നമസ്കാരം. പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ പുകയാൽ മൂടപ്പെട്ട ഒരു ഭൂപ്രദേശം. ഓരോ നീക്കവും ലോകത്തിന്റെ സമാധാന വാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥ. ഈ സംഘർഷത്തിനിടയിൽ ഒരു പുതിയ ശബ്ദമുയരുന്നു: സംവാദം, സ്ഥിരത, സമാധാനം. അത് മറ്റാരുമല്ല, ആഗോള രാഷ്ട്രീയത്തിലെ നിശബ്ദ ശക്തിയായ ചൈന. US-ഉം ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ചൈന തന്റെ 4 നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ നയതന്ത്ര ഇടപെടലല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടാനുള്ള ശ്രമമാണ്. വ്യാഴാഴ്ച US-ഉം ഇറാനും തമ്മിൽ നടത്താനിരിക്കുന്ന രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായാണ് ചൈനയുടെ ഇടപെടൽ. UAE-യും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ചൈന സന്ദർശിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കുന്നതിനും വിവിധ മുൻഗണനാ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമായിരുന്നു സന്ദർശനമെന്നാണ് റിപ്പോർട്ട്. ഈ കൂടിക്കാഴ്ചയിൽ വെച്ചാണ് പശ്ചിമേഷ്യയിലെ സമാധാനവും സ്ഥിരതയും ലക്ഷ്യം വെച്ച് ഷീ 4 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. നിരന്തര സംഘർഷങ്ങൾക്കിടയിൽ പ്രാദേശിക വികസന കാര്യങ്ങളിൽ സ്ഥിരത കൈവരിക്കാനുള്ള ശ്രമങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതാണ് വിവരം.